ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആൽഫബറ്റ് സീരീസ് എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റും അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചാപ്റ്ററിലെ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആൽഫബറ്റ്സ് ഇൻ ഫോർവേഡ് ഓർഡർ ആണ്. അതായത് നമുക്കറിയാം ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എല്ലാം നമ്മളൊരു ഫോർവേഡ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ABCD അങ്ങനെ സെഡ് വരെ എഴുതി കഴിഞ്ഞാൽ എൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 1ഉം സെഡിൻ്റെ പ്ലേസ് വാല്യൂ 26ഉം ആയിരിക്കും. സോ A to Z ഈ ഓർഡറിൽ എഴുതുന്നതാണ് ഫോർവേഡ് ഓർഡർ. ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലെറ്ററിൻ്റെയും പ്ലേസ് വാല്യൂ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഈ പ്ലേസ് വാല്യൂ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. നമ്പർ 1, ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഇൻ ദ ഗിവൺ സീരീസ്. ഇവിടെ നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്. ABP CDQ EFR, ലാസ്റ്റ് ടേം മിസ്സിംഗ് ആണ്. ഇവിടെ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ABCD എന്ന് പറയുന്ന 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേസ് വാല്യൂ അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ABP CDQ EFR എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതിന് നമുക്ക് മാറ്റി എഴുതാം. എൻ്റെ പ്ലേസ് വാല്യൂ 1, സിൻ്റെ പ്ലേസ് വാല്യൂ 3, ഇൻ്റെ പ്ലേസ് വാല്യൂ 5. പിന്നെ BDF ആണ്. ബിൻ്റെ പ്ലേസ് വാല്യൂ 2, ഡിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 4, എഫിൻ്റെ 6. അതുപോലെ PQRൽ പിൻ്റെ 16, ക്യൂവിൻ്റെ 17, ആറിൻ്റെ 18 ആണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ന് സിയിലേക്കുള്ളത് 2ൻ്റെ ഡിഫറൻസ് ആണ്. അതുപോലെ C to Eയും +2ൻ്റെ ഡിഫറൻസ് ആണ്. സോ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ E+2 ആയിരിക്കും. അപ്പോൾ ഇൻ്റെ പ്ലേസ് വാല്യൂ 2, സോ 5 + 2 7. അപ്പോൾ 7th ലെറ്റർ എന്ന് പറയുന്നത് നമുക്ക് G ആണ്. സോ ജിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ആൻസർ. സെക്കൻഡ് ലെറ്റർ കിട്ടാൻ BDP. ഇവിടെ നമ്മൾ +2ൻ്റെ ഡിഫറൻസ് ആണ് പോകുന്നത്. ബിന്ന് ഡിയിലേക്ക് +2ൻ്റെ ഡിഫറൻസ് ഉണ്ട്. സോ ലാസ്റ്റ് ടേം പിന്ന് +2 8 ആണ്. സോ 8 പ്ലേസ് വാല്യൂ ഉള്ളത് എന്ന് പറയുന്നത് H ആണ്. ഇതുപോലെ ലാസ്റ്റ് ടേം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് GHS ആൻസർ ആയിട്ട് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഇവിടെ AB, DEF, HIJK, ഫോർത്ത് ടേം മിസ്സിംഗ് ആണ്. ലാസ്റ്റ് ടേം STU VWX. സോ ഈ സീരീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ടേം കഴിയുമ്പോഴും ഒരു ടേം എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു ലെറ്റർ എക്സ്ട്രാ ആഡ് ആവുന്നുണ്ട്. മാത്രമല്ല AB കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വേർഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു C മിസ്സിംഗ് ആണ്. അതുപോലെ DEF കഴിഞ്ഞിട്ട് G മിസ്സിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് H. സോ ഇത് ഇവിടെ തന്നെ ഞാനൊരു സാമ്പിൾ തന്നിട്ടുണ്ട്, ഒരു ഹിൻ്റാണ്. ആ ഹിൻ്റ് വെച്ചിട്ട് ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഏതാണ് ആൻസർ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി റീസണിങ്ങിൻ്റെ ഇങ്ങനത്തെ ടൈപ്പ് ആൽഫബറ്റ് സീരീസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇജോട്ടീൻ്റെ കൺസെപ്റ്റ്. സോ ഇവിടെ നമ്മൾ ഓൾറെഡി ഫോർവേഡ് ഓർഡറിൽ ലെറ്ററിൻ്റെ എങ്ങനെയാണ് എഴുതുന്നത് നമ്മൾ പറഞ്ഞു. അതായത് A to Z നമ്മൾ എഴുതുന്നു. ഓരോന്നിനും പ്ലേസ് വാല്യൂ കൊടുത്തു 1 to 26 വരെ. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെറ്റർ E എന്ന് പറയുന്നത് 5th ലെറ്റർ ആണ്. ലെറ്റർ J 10th, ലെറ്റർ O 15, ലെറ്റർ T 20, ലെറ്റർ Y 25. സോ 5, 10, 15, 20, 25 ഈ 5 ലെറ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേസ് വാല്യൂ നമുക്കറിയാം 5, 10, 15, 20, 25 ആണ്. EJOTY. സോ ഇജോട്ടി. അതായത് നമുക്ക് അടുത്തടുത്തുള്ള കംപ്ലീറ്റ് ലെറ്ററിൻ്റെ പ്ലേസ് വാല്യൂ നമ്മൾ കോർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ 5ൻ്റെ ഡിഫറൻസും ഉള്ള ലെറ്റേഴ്സ് നമ്മൾ ഈസി ആയിട്ട് കോഡ് ചെയ്ത് വെക്കുന്നു. അതാണ് ഇജോട്ടി എന്ന് പറയുന്ന കോഡ്. സോ ഇജോട്ടി മീൻസ് 5, 10, 15, 20, 25. സോ ഇത് നമുക്കറിയാമെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എക്സാമിന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും ഏത് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ ലെറ്ററിൻ്റെ പ്ലേസ് വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഇജോട്ടീൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഇൻ ദ ഗിവൺ സീരീസ്. PMT, OOS, NQR, MSQ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുമ്പം PMT, OOS, NQR, MSQ ലാസ്റ്റ് ടേമാണ് മിസ്സിങ്. സോ ഇതിൽ നമ്മളെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ, എല്ലാ ആൻസറിൻ്റെയും ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന L-ലാണ്. സോ ഫസ്റ്റ് ടേം നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ ബാക്കിയുള്ള ടേം എന്ന് പറഞ്ഞാൽ MOQS ലാസ്റ്റ് ടേം മിസ്സിംഗ് ആണ്. സോ പ്ലേസ് വാല്യൂ എഴുതി കഴിഞ്ഞാൽ 13, 15, 17, 19 ആണ്. +2ൻ്റെ ഡിഫറൻസ് ആണ്. സോ നെക്സ്റ്റ് +2 ചെയ്ത് കഴിഞ്ഞാൽ 21th ലെറ്റർ U ആണ്. അതുപോലെ TSRQ 20, 19, 18, 17. അതായത് 1 മൈനസ് ചെയ്ത് പോവാണ്. സോ നെക്സ്റ്റ് ലെറ്റർ 16th ലെറ്റർ ആയിരിക്കും P ആയിരിക്കും. സോ ഇവിടെ നമ്മൾ ലാസ്റ്റ് 2 ലെറ്റേഴ്സ് എന്താണ് Uവും Pയും ആണ്. സോ LUP ആണ്. ഇവിടെ നമ്മൾ ഇജോട്ടി തന്നെ വെച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. BDAFHE തേർഡ് ടേം മിസ്സിംഗ് ആണ്. NPM. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിനെ മാറ്റി എഴുതുക.
സോ ഇതിനെ മാറ്റി എഴുതുമ്പോൾ BDA FHE, തേർഡ് ലെറ്റർ മിസ്സിംഗ് ആണ്, ലാസ്റ്റ് NPM. സോ ഇതിൽ നമുക്ക് ഇജോട്ടി മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബിൻ്റെ എല്ലാം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ B2 എത്രയാണ്? എഫിൻ്റെ പ്ലേസ് വാല്യൂ 6, അതായത് +4ൻ്റെ ഡിഫറൻസിലാണ് പോകുന്നത്. 2 + 4 6, 6 + 4 മിസ്സിങ്, അത് +4 N 14. സോ ഇവിടെ തേർഡ് ടേം എന്ന് പറയുന്നത് J ആയിരിക്കും. അതുപോലെ താഴെ DH-P. സോ D ഫോർത്ത് ലെറ്റർ ആണ്, +4 8, 8 + 4 12th ലെറ്റർ എന്ന് പറയുന്നത് L ആണ്, 12 + 4 16P കറക്റ്റ് ആണ്. നെക്സ്റ്റ് AE-M ആണ്. സോ 1 + 4 5, 5 + 4 9th ലെറ്റർ ആണ്, 9th ലെറ്റർ എന്ന് പറയുന്നത് I ആണ്. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് JLI ആണ്, C ആണ് ആൻസർ. നെക്സ്റ്റ് ഈ ആൽഫബറ്റ് സീരീസിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ആൽഫബറ്റ് സീരീസിനെ ഫോർവേഡ് ഓർഡറിൽ നമ്മൾ എഴുതുന്നത് കണ്ടു. ഇനി നമ്മൾ സർക്കുലർ ഓർഡറിലാണ് എഴുതുന്നത്. അതായത് ABCD അങ്ങനെ സെറ്റ് വരെ എഴുതി. അപ്പോൾ വീണ്ടും സെറ്റിന്ന് A തൊട്ടും നമ്മൾ എഴുതാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ നോർമലി എടുക്കുന്ന എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പ്ലേസ് വാല്യൂ 1 ആണ്. സോ അങ്ങനെ തന്നെ എപ്പോഴും ആവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ സെറ്റിനെ 1 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സെറ്റിന്ന് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ നമ്മളത് ചില കേസുകളിൽ, ചില ഈ ക്വസ്റ്റ്യൻസുകളിൽ നമ്മൾ നോർമൽ മെത്തേഡിൽ ഫോർവേഡ് ഓർഡറിൽ നമുക്ക് കിട്ടാത്ത കേസുകളിൽ ഈ ഒരു സർക്കുലർ ഓർഡറിൻ്റെ കൺസെപ്റ്റ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ഈ സർക്കുലർ ഓർഡർ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. Z-T-N-H-P ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ടത് സെറ്റിൻ്റെ പ്ലേസ് വാല്യൂ 26 ആണ്. നെക്സ്റ്റ് T ആണ്, നമ്മൾ ഒരു ടേം മിസ്സിംഗ് ആണ്. നെക്സ്റ്റ് ടേം ടീൻ്റെ പ്ലേസ് വാല്യൂ 20. നെക്സ്റ്റ് ഒരു ടേം മിസ്സിങ്, നെക്സ്റ്റ് N തന്നിട്ടുണ്ട് 14. നെക്സ്റ്റ് ഒരു ടേം മിസ്സിങ് Hൻ്റെ പ്ലേസ് വാല്യൂ 8. നെക്സ്റ്റ് ഒരു ടേം മിസ്സിങ് Bൻ്റെ പ്ലേസ് വാല്യൂ 2. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ 26 20ലേക്ക് എത്രേൻ്റെ ഡിഫറൻസ് ഉണ്ട്? 6ൻ്റെ ഡിഫറൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് ടേമിലേക്ക് ഒരു 3ൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. സോ 26 -3 ചെയ്ത് കഴിഞ്ഞാൽ 23. സോ പ്ലേസ് വാല്യൂ 23 ഉള്ള നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? W ആണ്. സോ അതുപോലെ 20 -3 ചെയ്ത് കഴിഞ്ഞാൽ 17th ലെറ്റർ Q. അങ്ങനെ നമുക്ക് ഓരോ ടേമും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് WQKE എന്നതായിരിക്കും ആൻസർ. ഓപ്ഷൻ A ആണ് ആൻസർ. ബിറ്റ്സ് ഇൻ സർക്കുലർ ഓർഡർ വെച്ച് ചെയ്യുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് AYBZC DWEXF. സോ അങ്ങനെ ലാസ്റ്റ് ടേം മിസ്സിംഗ് ആണ്. സോ ഇവിടെയും നമുക്ക് സർക്കുലർ ഓർഡറിൻ്റെ കൺസെപ്റ്റ് വെച്ച് ചെയ്യാം. ഓരോന്നിൻ്റെയും പ്ലേസ് വാല്യൂ കൊടുത്തിട്ട് ചെയ്ത് നോക്കുക. ഓപ്ഷൻ എന്താണെന്നത്, കറക്റ്റ് ആൻസർ എന്താണെന്നത് കമൻ്റായിട്ട് ടൈപ്പ് ചെയ്യാം. ആൽഫബറ്റ് സീരീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ആൽഫബറ്റ്സ് ഇൻ റിവേഴ്സ് ഓർഡർ ആൻഡ് റിവേഴ്സ് പെയർ. സോ ആൽഫബറ്റ്സ് ഇൻ റിവേഴ്സ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. ഫോർവേഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ A മുതൽ Z വരെ 1 to 26 പ്ലേസ് വാല്യൂ കൊടുത്തിരുന്നതാണ് ഫോർവേഡ് ഓർഡർ. സോ ഇതിന് പകരം റിവേഴ്സ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ZYXW അങ്ങനെ A വരെ തിരിച്ചെഴുതുക. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെയും Z 26, Y 25, 24 അങ്ങനെ നമ്മൾ കൊടുത്ത് A1 വരെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ പ്ലേസ് വാല്യൂ 1, സെറ്റിൻ്റെ പ്ലേസ് വാല്യൂ 26. അപ്പോൾ 1ഉം 26ഉം കൂട്ടി കഴിഞ്ഞാൽ 27 ആണ് സം എന്ന് അറിയാൻ പറ്റും. അതുപോലെ ബിൻ്റെ പ്ലേസ് വാല്യൂ 2, വൈൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 25 ആണ്. സോ 25 + 2 എന്താണ്? 27 തന്നെയാണ്. സോ ഇങ്ങനെ നമ്മൾ ഫോർവേഡ് എഴുതിയ ലെറ്റേഴ്സിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന എല്ലാം ഒരു പെയറായിട്ട് സം 27 ആയിരിക്കും ടോട്ടൽ വരിക. സോ ഇതിനെയാണ് നമ്മൾ റിവേഴ്സ് പെയർ എന്ന് പറയാം. റിവേഴ്സ് പെയറിൻ്റെ കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എല്ലാ ലെറ്റേഴ്സിൻ്റെയും റിവേഴ്സ് പെയർ നമുക്ക് ഓർത്ത് വെക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ലെറ്റർ C എന്ന് പറയുന്ന ലെറ്ററിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം 3 ആണ്. സോ സീൻ്റെ അഥവാ റിവേഴ്സ് പെയർ നമുക്ക് ഡയറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് 27 സീൻ്റെ പ്ലേസ് വാല്യൂ മൈനസ് ചെയ്യുക. 27 - 3 24. സോ 24 വരുന്ന ലെറ്റർ ഏതാണെന്ന് നമുക്ക് എന്താണ് A to Z നമ്മൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. 24 എന്ന് പറയുന്ന പ്ലേസ് വാല്യൂ ഉള്ളത് Xൻ്റെയാണ്. സോ അങ്ങനെ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്താണ് റിവേഴ്സ് പെയർ, ആൽഫബറ്റിൻ്റെ റിവേഴ്സ് പെയർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ റിവേഴ്സ് പെയർ Z ആണ്, അങ്ങനെ ബിൻ്റെ റിവേഴ്സ് പെയർ Y ആണ്. സോ ലാസ്റ്റ് മിഡിൽ നമ്പർ എന്ന് പറയുന്നത് M ആണ് 13. എമ്മിൻ്റെ റിവേഴ്സ് പെയർ എന്താണ്? N ആണ് 14 ആണ് അതിൻ്റെ പ്ലേസ് വാല്യൂ. സോ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു റിവേഴ്സ് പെയർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മ്, പ്ലേസ് വാല്യൂസിൻ്റെ സമ്മ് നമുക്ക് എത്രയായിരിക്കും? 27 ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. സോ
ഈ ഒരു റിവേഴ്സ് പെയറിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണ വരാറുണ്ട്. സോ ഈ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഈ റിവേഴ്സ് പെയറിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ മിസ്സിംഗ് ടേം എ സെഡ് സി എക്സ് എഫ് യു. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് നമുക്ക് എയും സെഡ് എന്ന് പറയുന്നതിൽ എന്താണ്, എൻ്റെ പ്ലേസ് വാല്യൂ 1, സെഡിൻ്റെ പ്ലേസ് വാല്യൂ 26. സോ 27 ആണ് സമ്മ്. റിവേഴ്സ് പെയർ ആണ് എയും സെഡും. അതുപോലെ സി എക്സ് എത്രയാണ്, സിൻ്റെ എക്സിൻ്റെയും സമ്മും 27 ആണ്. സിൻ്റെ റിവേഴ്സ് പെയർ തന്നെയാണ് എക്സ്. അതുപോലെ എഫിൻ്റെ റിവേഴ്സ് പെയർ തന്നെയാണ് യു. ഇനി എ എന്നും സെഡിലേക്കുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്ലേസ് വാല്യൂ 1, സിൻ്റെ പ്ലേസ് വാല്യൂ 3. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് ആണ്. അതുപോലെ സിന്ന് എഫിലേക്കുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, +3 ആണ്. സിൻ്റെ പ്ലേസ് വാല്യൂ 3, എഫിൻ്റെ പ്ലേസ് വാല്യൂ 6. സോ നെക്സ്റ്റ് എഫിന്ന് +4 ചെയ്യണം. അതായത് 6 + 4 10. സോ 10 പ്ലേസ് വാല്യൂ വരുന്ന ലെറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, ജെ ആണ്. അതുപോലെ നെക്സ്റ്റ് സെഡ് എക്സ് യു. സെഡിൻ്റെ 26, എക്സിൻ്റെ 24, യുവിൻ്റെ 21. ഇവിടെ നമുക്ക് ജെ ഓൾറെഡി നമുക്കറിയാം, ജെയിൻ്റെ റിവേഴ്സ് പെയർ കണ്ടുപിടിച്ചാലും മതി. ജെയിൻ്റെ റിവേഴ്സ് പെയർ എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ജെ ക്യൂ ആണ് ആൻസർ. ബി എ സെഡ് ഡി ബി വൈ, അതുപോലെ എഫ് സി എക്സ്, ലാസ്റ്റ് ടേം മിസ്സിംഗ് ആണ്. സോ ഇവിടെ ഫസ്റ്റ് ടേം നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എയും സെഡും റിവേഴ്സ് പെയർ ആണ്. നെക്സ്റ്റ് റിവേഴ്സ് പെയർ ബി വൈ, നെക്സ്റ്റ് റിവേഴ്സ് പെയർ സി എക്സ്. സോ നെക്സ്റ്റ് റിവേഴ്സ് പെയർ ആയിരിക്കും വരിക, അതായത് ഡിയും അതുപോലെ ഡിൻ്റെ റിവേഴ്സ് പെയർ ആയിട്ടുള്ള ഡബ്ല്യു ആണ് ടേം വരിക. സോ ഫസ്റ്റ് ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ബിന്ന് ഡിയിലേക്കുള്ള ഡിഫറൻസ് ഒരു ലെറ്റർ മിസ്സിങ്. നെക്സ്റ്റ് ഡി, ഇ കഴിഞ്ഞിട്ട് എഫ്, നെക്സ്റ്റ് എഫ് ജി കഴിഞ്ഞിട്ട് എച്ച്. സോ എച്ച് ഡി ഡബ്ല്യു ആയിരിക്കും ആൻസർ. സോ ഇത് ഈസി ആയിട്ട് റിവേഴ്സ് പെയറിൻ്റെ കൺസെപ്റ്റ് അറിയുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൽഫബറ്റ് സീരീസ് എടുക്കുവാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ആൽഫബറ്റ് സീരീസുകളുണ്ട്. അതിലൊന്നാണ് അഡീഷൻ സീരീസ്, സെക്കൻഡ് സബ്സ്ട്രാക്ഷൻ സീരീസ്, പിന്നെ അഡീഷൻ സബ്സ്ട്രാക്ഷൻ സീരീസ് ഹാവിങ് മോർ ദാൻ 1 പാർട്ട്, റിവേഴ്സ് ഓർഡർ റെപ്പിറ്റേഷൻ സീരീസ് ഹാവിങ് ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ്, ഫ്രീക്വൻസി സീരീസ് ആൻഡ് സ്മോൾ ക്യാപ് സീരീസ്. ഓരോന്ന് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റേത്തതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. അഡീഷൻ സീരീസ്, ഫൈൻഡ് ദ ലെറ്റർ ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ സീരീസ് ഗിവൺ ബിലോ. സീരീസ് എ ഇ ഐ എം ക്യൂ ആണ്. ഇവിടെ നമ്മൾ പ്ലേസ് വാല്യൂ എഴുതുക 1, 5, 9, 13, 17 ആണ്. സോ എല്ലാം +4ൻ്റെ ഡിഫറൻസ് ആണ്. സോ അതായത് +4 ആഡ് ചെയ്ത് വരുവാണ്. സോ ഇത് ആഡ് ചെയ്ത് വരുന്നത് കൊണ്ട് ഇത് അഡീഷൻ സീരീസ് ആണ്. ലാസ്റ്റ് ടേം എന്തായിരിക്കും, 17 + 4 21 ആണ്. അതായത് യു ആണ് ആൻസർ. ഇതാണ് അഡീഷൻ സീരീസിന് ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് സബ്സ്ട്രാക്ഷൻ സീരീസിൽ പി എം ജെ ജി ഡി. സോ ഇതിൽ പി എം ജെ ജി ഡി ഇതിൻ്റെ പ്ലേസ് വാല്യൂ നമ്മൾ എഴുതി കഴിഞ്ഞാൽ 16, 13, 10, 7, 4. 3 മൈനസ് ചെയ്ത് പോവാണ്. സോ ലാസ്റ്റ് ടേം ഡിന്ന് -3 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്, പ്ലേസ് വാല്യൂ 1, അതായത് എ ആണ് ലെറ്റർ. ഇത് സബ്സ്ട്രാക്ഷൻ സീരീസിന് ഒരു എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ നോക്കുക അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ സീരീസ്, അതായത് ഒരേ സീരീസിൽ തന്നെ അഡീഷനും സബ്സ്ട്രാക്ഷനും വരിക. അതായത് ഇവിടെ എ ഇ സി ജി ഇ ഐ ഇങ്ങനെ ഒരു സീരീസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ പ്ലേസ് വാല്യൂ നമ്മൾ എഴുതി കഴിഞ്ഞാൽ 1, 5, 3, 7, 5, 9. അതായത് 1 + 4 5, 5 - 2 3, 3 + 4 7, 7 - 2 4, 7 - 2 5, 5 + 4 9, 9 - 2 ആണ് ആൻസർ വരിക. അതായത് 7 പ്ലേസ് വാല്യൂ ഉള്ള ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്, ജി ആണ്. സോ ഇതാണ് അഡീഷൻ സബ്സ്ട്രാക്ഷൻ സീരീസ്, അതായത് ഒരേ സീരീസിൽ തന്നെ അഡീഷനും സബ്സ്ട്രാക്ഷനും വരിക. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സീരീസ് ആണ് സീരീസ് ഹാവിങ് മോർ ദാൻ 1 പാർട്ട്. അതായത് ഒരുപാട് ലെങ്തിയർ ആയിട്ടുള്ള സീരീസ് വരുവാണെങ്കിൽ അവിടെ ഒന്നിൽ കൂടുതൽ സീരീസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സി വി ഡി ഡബ്ല്യു ഇ അങ്ങനെ സീരീസ് പോവാണ്. സോ ഇതിൽ ആദ്യത്തെ 2 ലെറ്റേഴ്സും തമ്മിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സീരീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബന്ധവും കാണാൻ പറ്റൂല. പക്ഷേ ഒന്ന് ഇടവിട്ടുള്ള നമ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലെറ്റേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേസ് വാല്യൂസ് തമ്മിൽ ഒരു കോമൺ ആയിട്ടൊരു ഇതുണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സിയും ഡിയും തമ്മിലുള്ള ഡിഫറൻസ് +1 ആണ്. ഡിയും നെക്സ്റ്റ് ഒരു ടേം കഴിഞ്ഞിട്ടുള്ളത് ഒരു +1ൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇയും നെക്സ്റ്റ് ഒരു ടേം കഴിഞ്ഞിട്ടുള്ള ടേം തമ്മിൽ +1ൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ സെക്കൻഡ് ടേമും 4th ടേമും 6th ടേമും 8th ടേമും അങ്ങനെ പോകുന്ന ടേമുകൾ തമ്മിലും ഒരു +1ൻ്റെ ഡിഫറൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് ഒരു ടേമിൻ്റെ എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, ജി ആണ് ലാസ്റ്റ് ടേം. ജിന്ന് +1 കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 പ്ലേസ് വാല്യൂ വരുന്ന ഒരു ടേം ഏതാണ്, എച്ച് ആണ് ആൻസറിന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒരു റിവേഴ്സ് ഓർഡർ റിപ്പീറ്റേഷൻ സീരീസ് ആണ്. അതായത് RAMESH HS EMA
ഡാഷ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഫസ്റ്റ് 6 ടേമുകൾ റിവേഴ്സ് ഓർഡറിൽ എഴുതിയതാണ് സീരീസ് വരുന്നത്. അതായത് RAMESH എന്നിട്ട് വീണ്ടും എച്ച് എന്ന് റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. HSEMA. അപ്പോൾ ലാസ്റ്റ് ടേം മിസ്സിങ് എന്താണ്? ആറാണ്. അതായത് ഒരു മിറർ, ഫസ്റ്റ് 6 ലെറ്റേഴ്സിൻ്റെ ഒരു മിറർ ഇമേജ് പോലെയാണ് നമുക്ക് സെക്കൻഡ് ടേം വരുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആറാണ്. നോർമലി നമ്മൾ എഴുതി ടേംസ് തമ്മിലുള്ള എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ഇത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. സോ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു മിറർ ഇമേജ് ആണ്. അപ്പോൾ ഇതാണ് റിവേഴ്സ് ഓർഡർ റെപ്പിറ്റേഷൻ സീരീസ്. നെക്സ്റ്റ്, സീരീസ് ഹാവിങ് ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ്. അതായത് ഒരു സീരീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഇങ്ങനെ എന്താണ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് ഇവിടെ LDP, DPL, PLD ലാസ്റ്റ് ടേം മിസ്സിങ്. ഇതിൽ നമ്മൾ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ 3 ലെറ്റേഴ്സ് മാത്രം അതിൻ്റെ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻ്റർചേഞ്ച് ചെയ്ത് വരുവാണ്. സോ നമ്മളിത് സോൾവ് ചെയ്യാൻ ഫസ്റ്റ് LDP എഴുതി, നെക്സ്റ്റ് DPL എഴുതി, നെക്സ്റ്റ് PLD എഴുതി, ലാസ്റ്റ് ടേം മിസ്സിംഗ് ആണ്. സോ ഇതിൽ LDP സെക്കൻഡ് ടേം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ DP വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. DP പിന്നെ L, പിന്നീട് എന്താണ് PEL വെച്ചിട്ട് നെക്സ്റ്റ് ടേം സ്റ്റാർട്ട് ചെയ്യുന്നത്. PL ബാക്കിയുള്ള ടേം എന്താണ് D ആണ്. സോ ലാസ്റ്റ് ടേം എങ്ങനെയായിരിക്കും കൊടുക്കുക? ഈ LD വെച്ച് സ്റ്റാർട്ട് ചെയ്യും. LD റിമൈനിങ് ടേം എന്താണ്? P ആണ്. സോ LDP. സോ ഇതാണ് സീരീസ് ഹാവിങ് ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ്, സെയിം ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ വന്നിട്ട് ഫ്രീക്വൻസി സീരീസ് ആണ്. സോ ഫ്രീക്വൻസി സീരീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ MNO, MMNO, MMNNO, MMNNOO അങ്ങനെ വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം MNO ആണ്. നെക്സ്റ്റ് വരുമ്പോൾ എന്താണ്? ഫസ്റ്റ് ടേമിൻ്റെ ഒന്ന് ഡബിളായി. സോ MMNO. നെക്സ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് ടേം MM തന്നെ, സെക്കൻഡ് ടേം ഡബിളായി, തേർഡ് ടേം സെയിം തന്നെ. സോ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ലാസ്റ്റ് വരുമ്പോൾ എല്ലാ ലെറ്റേഴ്സും എന്താണ്? ഡബിൾ ആണ്. അതായത് MMNNOO. സോ നെക്സ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും സീരീസിൽ വരുന്നത്? ഫസ്റ്റ് ടേം ഒന്നും കൂടി കൂടും. അതായത് 2M ഉള്ളത് 3 ആവും. സോ MMNNOO. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആയിരിക്കും. ഇതാണ് ഫ്രീക്വൻസി സീരീസ്. അതായത് ലെറ്റേഴ്സ്, ഒരു സീരീസിൽ വരുന്ന ലെറ്റേഴ്സിന്റെ ഫ്രീക്വൻസി മാറുക. ഇതാണ് ഫ്രീക്വൻസി സീരീസ്. വരുന്ന വേറൊരു ടൈപ്പ് സീരീസ് ആണ് സ്മോൾ ക്യാപ് സീരീസ്. അതായത് സ്മോൾ ലെറ്റർ ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ സീരീസ്. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. സ്മോൾ ലെറ്റർ MM, ക്യാപിറ്റൽ ലെറ്റർ OO, സ്മോൾ ലെറ്റർ QQ, ക്യാപിറ്റൽ ലെറ്റർ SS. ഇനി M ഉം O ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. അതുപോലെ O ന്ന് Qയിലേക്ക് എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കുക. Q ന്ന് Sലേക്ക് നോക്കുക. അപ്പോൾ ഇതിൻ്റെ സീരീസിന് എത്ര ഡിഫറൻസിലാണ് സീരീസ് വരുന്നതെന്ന് മനസ്സിലാവും. സോ നെക്സ്റ്റ് ലെറ്റർ എന്തായിരിക്കും? എങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്മോൾ ലെറ്ററിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. എത്ര ഡിഫറൻസിലാണോ സീരീസ് റിപ്പീറ്റ് ചെയ്യുന്നത് ആ ഡിഫറൻസിലുള്ള ലെറ്റർ സ്മോൾ ലെറ്റർ വരും. സോ ഇതിൻ്റെ ഫൈനൽ ആൻസർ വരിക U ആണ്. ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ടൈപ്പ് സീരീസ് ആണ് ഓഡ് സീരീസ്. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു, അതിൽ റോങ് ടേം ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. അതായത് ഇവിടെ MDH, NFE, OHC, PED അങ്ങനെ തന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ MDH പ്ലേസ് വാല്യൂ എഴുതിയാൽ 1348, ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 25 ആണ്. നെക്സ്റ്റ് NFE 1465, ടോട്ടൽ 25 ആണ്. OHC 1583, ടോട്ടൽ 26 ആണ്. ലാസ്റ്റ് നമ്പർ 1654. സം എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. സോ ഇവിടെ ഓരോ വേർഡിൻ്റെയും ടോട്ടൽ സം എന്ന് പറയുന്നത് 25 ആണ് പ്ലേസ് വാല്യൂവിൻ്റെ. ഒരു വേർഡിൻ്റെ മാത്രം OHC 26 ആണ് വരുന്നത്. സോ ഇവിടെ റോങ് ടേം എന്തായിരിക്കും? അതായത് ഓഡ് ലെറ്റർ എന്ന് പറയുന്നത് നമുക്ക് തേർഡ് ടേം ആയിട്ടുള്ള OHC ആയിരിക്കും. ഇതാണ് ഓഡ് സീരീസ്. സിമിലർലി അടുത്തൊരു സീരീസ് AABDCIDREY. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എയും പ്ലേസ് വാല്യൂസ് 1 1 ആണ്. അതായത് 1 സ്ക്വയർ 1 എന്ന് അങ്ങനെ ഒരു ടേം എഴുതാൻ പറ്റും. നെക്സ്റ്റ് Bയും Dയും 2ഉം 4ഉം ആണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ ആണ് 4. നെക്സ്റ്റ് CI ആണ്, 3ഉം 9ഉം ആണ്. സോ 3 സ്ക്വയർ 9. നെക്സ്റ്റ് DR, ഡിൻ്റെ വാല്യൂ 4, ആറിൻ്റെ വാല്യൂ 18 ആണ്. ശരിക്കും 4ൻ്റെ സ്ക്വയർ 16 ആയിരുന്നു. നോക്കാം. ലാസ്റ്റ് EY 5 25, 5ൻ്റെ സ്ക്വയർ 25. സോ ഇവിടെ എല്ലാം ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും സ്ക്വയർ ആയിട്ടാണ് വരുന്നത്. ഒന്നിൽ മാത്രം സ്ക്വയർ അല്ല. അതായത് DR ഫോർത്ത് ടേമാണ് റോങ് ടേം. അതായത് ഓപ്ഷൻ C DR. ഇനി ഇതൊന്നും അല്ലാത്തൊരു ടൈപ്പ് സീരീസ് ആണ് ലെറ്റർ സീരീസ്. അതായത് കുറച്ച് ലെറ്റേഴ്സ് മിസ്സിംഗ് ആയിട്ട് തരും. ഇവിടെ AC-G-A-E-G-CE. ഇനി ഇതിൽ ഏത് പാറ്റേൺ ആണ് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ നോക്കി മാറ്റി എഴുതണം. സോ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടേംസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ B
എ സി ഇ ജി എ സി, ഈ സി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് എ സി ഇ ജി, അതായത് എ സി ഇ ജി എന്ന് പറയുന്ന ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓപ്ഷൻ ഏതാണോ അത് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് ലെറ്റർ സീരീസ് എന്ന് പറയുന്നത്. ഒരു ലെറ്റർ സീരീസിന് ഒരു എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട്. എ സി ഡാഷ് സി, എ ബി ഡാഷ് ബി, എ സി എ ഡാഷ്, എ ബി എ ഡാഷ്, എ സി എ സി, അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്കൊരു ക്ലൂ ആയിട്ട് നമുക്കൊരു സാധനം ഇവിടെ ലാസ്റ്റ് ടേം എന്താണ്, ലാസ്റ്റ് 4 ലെറ്റേഴ്സ് എ സി എ സിയും തന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്കൊരു ക്ലൂ പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സീരീസ് വെച്ച് നമ്മൾ നോക്കാം. എ സി, ഓപ്ഷൻ ബിയിലെ എ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്, എ സി എ സി, എ ബി, വീണ്ടും എന്താണ് ഇവിടെ സി ആണ് വരുന്നത്, എ ബി സി ബി, അങ്ങനെ കൊടുത്തു നോക്കുക അത് കറക്റ്റ് ആണോ നോക്കുക. സോ അത് കറക്റ്റ് ആയിട്ടൊന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ എ സി എ സി, അതുപോലെ എ ബി, വീണ്ടും എ ബി എ ബി, അതുപോലെ എ സി എ സി, എ ബി എ ബി, എ സി എ സി. സോ എങ്ങനെയാണ് സീരീസ് റിപ്പീറ്റ് ചെയ്യുന്നത്? എ സി എ സി, എ ബി എ ബി, എ സി എ സി, എ ബി എ ബി, അങ്ങനെയാണ് സീരീസ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതാണ് ലെറ്റർ സീരീസ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് സോൾവ് ചെയ്ത് നോക്കുക. സോ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആപ്റ്റിറ്റ്യൂഡൊക്കെ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ക്ലാസ്സുകൾ തീർച്ചയായിട്ടും കാണാം. ഓക്കെ, ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.